ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഐബേഡ് മീഡിയയുടെ ചെറിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ചെറിയൊരു യാത്രാ ബ്ലോഗാണ്. വലിയ കഥകളൊന്നും പറയാനില്ല. പക്ഷേ ചെറിയ ചില വലിയ കാര്യങ്ങൾ അതൊന്ന് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രം. ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ്. സാധാരണ നോൺ AC ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട്ട് നിന്നും ബാംഗ്ലൂരിലേക്ക് KSRTCയിൽ വരുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഈ ദൃശ്യാവിഷ്കാരത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ചില ചെറിയ വലിയ കാര്യങ്ങളാണ്. സൂരജ് എന്ന ഒരു പ്രൈവറ്റ് ബസ്, നോൺ AC ബസ്. സീസൺ ദിവസമായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ ബർത്തുകളുണ്ട്, സീറ്റുകളുമുണ്ട്. ഞാൻ സീറ്റിലാണ് യാത്ര ചെയ്യുന്നത്. നല്ല കംഫർട്ടുള്ള ഒരു ബസ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയുള്ള, നല്ല ലെഗ് സ്പേസ് ഉള്ള, കാലുകളൊക്കെ മനോഹരമായി നല്ല രീതിയിൽ തന്നെ ആയാസമായി വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബസ്. സീസൺ സമയമായിട്ട് പോലും, സീസൺ ദിവസങ്ങളായിട്ട് പോലും ഞാൻ കൊടുത്തത് 730 രൂപയാണ്. അതൊരു ചെറിയ നല്ല ഒരു സംഖ്യ തന്നെയാണ്. മറ്റുള്ളവരെല്ലാം സീസൺ സമയത്തെല്ലാം 1000-ന്റെ മേലെ വാങ്ങുമ്പോൾ വെറും 730 രൂപ കൊടുത്താണ് ഞാൻ യാത്ര ചെയ്തത്. അങ്ങനെ യാത്ര നല്ല സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഒരു 10-11 മണി ആയി കാണും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തി. ഇനി നമുക്ക് ചെറിയൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യാം. കേരള ബാംഗ്ലൂർ യാത്രക്കാർ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ബാംഗ്ലൂർ മൈസൂർ പ്രധാന ഹൈവേയിലെ രാമനഗരം, അവിടെയാണ് തലശ്ശേരി ലൈവ് റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. ദീർഘദൂര ബസ്സുകൾ, KSRTC പ്രൈവറ്റ് ബസ്സുകൾ മറ്റും ഭക്ഷണം കഴിക്കാനായി നിർത്തുന്നത് ഇവിടെയാണ്. മിക്കവരും ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം മറ്റൊരു ചോയ്സ് ഇല്ല. ബസ്സുകൾ മറ്റൊരു സ്ഥലത്ത് നിർത്തുകയുമില്ല. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം മറ്റുള്ള പലർക്കും ഉണ്ടായ അനുഭവം തന്നെയാണ്. നമ്മൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത ഒരു ഭക്ഷണം, ഒരു കറി പോലും, ഞാൻ എടുത്തത് ഒരു ഗീ റൈസ് എന്ന് വെച്ചാൽ ഒരു നെയ്ച്ചോറ്, തലശ്ശേരി എന്നെല്ലാം പറഞ്ഞാൽ തലശ്ശേരിന്റെ പേര് പോലും കളയുന്ന തരത്തിലുള്ളതാണ് ആ ഒരു നെയ്ച്ചോറ്. കൃത്യമായി വേവാത്ത ഒരു ചോറ്, അതുതന്നെയുമല്ല തണുത്ത ഒരു കറി. ഈ കറി ഒരു ചെറു ചൂടോടെയാണ് തന്നിരുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇത്തരം യാത്രകളിൽ മിക്ക ഹോട്ടലുകളിലെ ഭക്ഷണവും വല്ലാത്തൊരവസ്ഥകൾ തന്നെയാണ്. പ്രിയപ്പെട്ട ഗണേഷ് സാർ, താങ്കൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇത്തരം ദീർഘദൂര യാത്രകൾ നടത്തുന്ന യാത്രക്കാർക്ക് അത് എത്രത്തോളം ആശ്വാസകരമായ, ആരോഗ്യകരമായ ഭക്ഷണം യാത്രക്കാർക്ക് കഴിച്ച് യാത്ര ചെയ്തുകൂടെ? പക്ഷേ അതുപോലും ചെയ്യാതെ എനിക്ക് ഉമറ്റു വന്നു, ഛർദിക്കാൻ വന്നു എനിക്ക്. പിന്നീട് ഒരു ചായ ഞാൻ അവിടുന്ന് കുടിച്ചത് ഒരു ചെറിയ ഗ്ലാസ്സിൽ, അതും 15 രൂപ കൊടുത്ത് ഒരു ചായയും കുടിച്ച് അവിടുന്ന് മടങ്ങി. തിരിച്ചു വണ്ടിയിൽ കയറി അവിടുന്ന് യാത്ര വീണ്ടും പുറപ്പെട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ KSRTC ബസ്സുകൾ നിർത്തുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ബസ്സുകളെ വിട്ട് കളഞ്ഞാൽ KSRTC ബസ്സുകൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ പറയുന്നുണ്ട്, നല്ല ഹൈജീനിക്കുള്ള, കിച്ചണുള്ള, നല്ല തരത്തിലുള്ള റെസ്റ്റോറന്റുകളാണ് നമ്മൾ പരിശോധന നടത്തിയിട്ടാണ് ബസ്സുകൾ നിർത്താൻ അനുവദിക്കുന്നുള്ളൂ എന്നെല്ലാം. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും, ഇത്രയേറെ ദീർഘദൂരം 11-12 മണിക്കൂർ യാത്ര ചെയ്യുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സെന്ററൊന്നും ഇവിടെയൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ്. പത്രസമ്മേളനങ്ങൾ വിളിച്ച് വല്ലതും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉദ്യോഗസ്ഥരെ നിർത്തി ചെക്ക് ചെയ്യുക തന്നെ വേണം. കാരണം ഇത്തരം ദീർഘദൂര യാത്രകളിലെല്ലാം ആളുകൾക്ക് കൊടുക്കുന്ന ഫുഡുകൾ മറ്റും നല്ല വൃത്തിയുള്ളതാണോ എന്നും, ഇവ നല്ല കിച്ചണുകളിൽ ഉണ്ടാക്കുന്നതാണോ എന്നും, അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങളാണോ കൊടുക്കുന്നത് എന്നെല്ലാം പരിശോധന. എത്രയോ സമയങ്ങളുണ്ട്.
അവിടെ ബസ്സുകൾ നിർത്തി ഭക്ഷണം കഴിക്കാൻ സമയം എത്രമേയുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുള്ളതെല്ലാം കൊടുത്താൽ നന്നായി കഴിക്കാൻ പറ്റും, നല്ല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റും. ഇത്രയേറെ ചാർജ് എല്ലാം കൊടുത്ത് ഒരു ചെറിയ ഗ്ലാസ് ചായക്ക് പോലും 15 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എന്തുകൊണ്ടോ എന്നറിയില്ല, ഇത്രയും ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധിക്കാനോ യാത്രക്കാരുടെ കാര്യം ശ്രദ്ധിക്കാനോ KSRTC എന്ന് പറയുന്ന വിഭാഗക്കാർ, വേണ്ടപ്പെട്ടവർ, ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്നതാണ് ഒരു ആശ്ചര്യം. പ്രൈവറ്റ് ബസ്സുകൾ പിന്നെ നമ്മളത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവർ അവരുടെ കാര്യങ്ങൾ നടക്കുന്നിടത്ത് മാത്രമേ അവർ നിർത്തുകയുള്ളൂ. എന്നിരുന്നാലും ഇത് പ്രൈവറ്റ് ബസ്സുകൾക്കും അതുപോലെ തന്നെ KSRTCക്കും ബാധകമാണ് ഉള്ളത് തന്നെയാണ്. ഇതും പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യവും വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്ന് കണ്ണു തുറക്കുകയും വേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ യാത്രക്കാർ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്നവർ, അവർക്ക് അതെല്ലാം ഒരു ആശ്വാസമായേനെ. യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും.